ഞാൻ ഇന്നലെ രേണു സുധീൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിൻ്റെ അകത്ത് രേണു സുധി ഒരു പ്രതികാരം തീർക്കുന്നതാണ് ഞാൻ കണ്ടത്. അതായത് വേറെ ഒന്നുമല്ല, കുറേ നാൾ മുമ്പ് ഒരു പരാതിയുമായിട്ട് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയുള്ള എല്ലാവരും കളിയാക്കി, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് വന്ന് സംസാരിക്കുന്നത്, അവരങ്ങനെ തകർന്നു പോയപ്പോഴാണ് പരാതിയായിട്ട് പോയത്. അല്ല, അവരുടെ കയ്യിലും തെറ്റുണ്ട്, എല്ലാം ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അവർ പലതരത്തിലുള്ള കോപ്രായങ്ങളും കാട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെ വിമർശിക്കുമ്പോഴും നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിലല്ല പോകേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോകുന്ന രേണുവിനെ എനിക്ക് ഇഷ്ടവുമല്ല. അതായത് എല്ലാ കാര്യത്തിനും പോയിട്ട് ഞാൻ കേസ് കൊടുക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പലതും വരും. അതൊക്കെ നേരിടാൻ കഴിവുള്ളവരും അതുപോലെ തന്നെ തൻ്റെ ഇടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കാവൂ. ഏറ്റവും കൂടുതൽ തൻ്റെ ഇടമുള്ളത് രേണുവിന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പതറിപ്പോകാതെ പല കേസുകളിലും ഞാൻ തന്നെയാടാ, ആരടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രേണുവിനെയാണ് കണ്ടത്. ഏതായാലും 2 ദിവസം മുമ്പ് രേണു അവിടെ ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നു. ഒരിക്കൽ കരയിച്ചു വിട്ട സ്ഥലത്ത് വീണ്ടും ഉദ്ഘാടനത്തിന് എല്ലാവരും കൂടിയിട്ട് ആനയിച്ചു കൊണ്ടുവന്നപ്പോൾ ശരിക്കും അത് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് നിറയുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ അവരെ പലതരത്തിലെന്ന് പറഞ്ഞാൽ വിമർശിക്കാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവരുടെ ആ ഒരു എന്താ പറയണ്ട ഒരു തൻ്റെ ഇടം ഉണ്ടല്ലോ, ആ തൻ്റെ ഇടത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. അതായത് ഒരു എന്താ പറയണ്ട സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ ഒരുപാട് നാൾ കിടന്നതിന് ശേഷമല്ല മരിച്ചുപോയത്. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ അവരറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ സുധി എന്ന് പറയുന്നയാൾ നമ്മളെ കൂടെ ഇല്ല എന്ന്. അവിടെ വെച്ച് അവർക്ക് കുറച്ച് ഒരു പതർച്ച അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നീടെന്ന് പറഞ്ഞാൽ അവർ കയറി വരികയും പിന്നീട് ഒരുപാട് അങ്ങോട്ടൊക്കെ തുനിഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മുന്നിലും കൈനീട്ടാനോ അല്ലെങ്കിൽ ഈ സഹായം കൊണ്ട് മാത്രം ജീവിച്ചാൽ പോരാ. ഏറ്റവും അവർക്ക് പ്രശ്നം പറ്റിയത് എവിടെയാണെന്നറിയാം, ആ ഒരു സഹായവും കൊണ്ട് പിന്നെ പോയില്ലെടുത്തൻ. അവിടെ മാത്രമാണ് അവർക്കൊരു പ്രശ്നം പറ്റിയത്. അത് തന്നെ എന്ന് പറഞ്ഞ് ഇവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അത് ഫ്ലവേഴ്സ് ചാനൽ ഈ സുധി എന്ന് പറയുന്ന അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഈ പിന്നെ എന്താ പറയണ്ടേ ഈ വീടിൻ്റെ നിർമ്മാതാക്കളായ ഫിറോസും മറ്റവരെല്ലാം കയറിയിട്ട് അത് വേറൊരു തലത്തിലേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് മാത്രമാണ് ഗുണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്താരും അറിയാത്ത ഫിറോസിനെ ഇന്നെല്ലാവരും അറിയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫിറോസിന് ഇപ്പോഴും റീച്ച് കുറയുമ്പോൾ രേണു രണ്ട് ഫോട്ടോ ഇട്ടിട്ട് എന്നെ ഇതുപോലെ പറയുന്നു, എന്നെ അതുപോലെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലേഖനങ്ങളും ഞാൻ വായിക്കാറുണ്ട്. എൻ്റെ പൊന്ന് ഫിറോസെ, നിങ്ങളത് നിർത്തപ്പെടുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇനിയും അവരുടെ പുറകെ പോകരുത്. അവരെവിടെയെങ്കിലും പറയുന്നുണ്ട്, ഈ അടുത്ത എവിടെയും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഫിറോസ് അധിക സമയവും എനിക്കിങ്ങനെ പറ്റിപ്പോയി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മര്യാദയ്ക്ക് ശ്രീകണ്ഠൻ നായർ പറഞ്ഞാണ് ഞങ്ങളാണ് എടുത്തു കൊടുക്കുന്നത്. ടിനി ടോം പറഞ്ഞു ഞങ്ങളാണ് എടുത്തു കൊടുക്കുന്നത്. മറ്റു മിമിക്രിക്കാർ എല്ലാവരും പറഞ്ഞു ഞങ്ങളാണ് എടുത്തു കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ പോയി ചാടി വീണ് ഞങ്ങൾ എടുത്തു കൊടുക്കാം. കാരണം തിലകം പറഞ്ഞ പോലെ കൊച്ചതോമ 10 എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ എടുത്തു കൊടുത്തു. ആ വീടിനുള്ള പ്രശ്നങ്ങൾ ഇനി എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് ഇനി അതിൻ്റെ പുറകെ പോകരുത്. അവർ ജീവിച്ചോട്ടെ, അവരെന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോഴും ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ രേണു സുധീൻ്റെ 10 കോടി രൂപയുടെ വീട് ചിലപ്പോഴേ പണിയാൻ ഏൽപ്പിക്കുന്നത് ഫിറോസിനെ ആയിരിക്കും. അതാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കണ്ട പോലെയല്ല നമ്മൾ നാളെ. അപ്പം നമ്മുടെ സഹായവും വാങ്ങിച്ചിട്ട് നമ്മളെ ആശ്രിതരായിട്ട് കഴിയണം, അല്ലെങ്കിൽ നമ്മുടെ സഹായം വാങ്ങിച്ചിട്ട് അത് എപ്പോഴും പറഞ്ഞു നടക്കണം. അതൊന്നും ആർക്കും കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും രേണു സുധീർ ഇപ്പോഴത്തെ വളർച്ചയിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതെല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ പല ആൾക്കാരും പറഞ്ഞ് കളിയാക്കാറുണ്ട്, രേണു മാത്രമേ വിധവയുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരും വിധവയില്ലേ. ഇങ്ങനെ പരിതപിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആകസ്മികമായിട്ട് ഭർത്താവ് മരണപ്പെടുമ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വസ്തു അറിയാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇത്രയും നാളെന്ന് പറഞ്ഞ് ഒരു ജോലിക്കും പോകാതിരുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപഠിക്കേണ്ടത് രേണുവിനെയാണ്. എന്ന് വിചാരിച്ചിട്ട് രേണുവിനെ പോലെ ഡാൻസ് ഒന്നും കളിക്കാൻ എല്ലാവർക്കും കഴിയില്ല. അതും ഞാൻ പറഞ്ഞു തരാം. പക്ഷേങ്കിൽ നമുക്ക് വേറെ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മേഖലയിൽ ശോഭിക്കാനോ ഇതൊക്കെ നമുക്ക് കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു ജീവിതമുള്ളപ്പോഴേ അയ്യോ രോഗം വന്നേ, അല്ലെങ്കിൽ ഇതേ ഭർത്താവ് മരിച്ചുപോയേ, ഇനി എനിക്ക് ആരുണ്ട് എന്നൊന്നുമല്ല. നമ്മൾ അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിയിലൂടെ ചെയ്യണം, അതിന് നിങ്ങൾ ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. എന്താ അറിയാം, ഈ രേണു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. വേറെ ഒന്നും കാണണ്ട.
അവർ വന്ന വഴികൾ, അവർ വാങ്ങിച്ച തെറികൾ, അതുപോലെ അവരെ പറയാതെ ഇതില്ല. അവരെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കോക്കസ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വട്ടം ചുറ്റിയിട്ടാണ് ആക്രമിക്കാറ്. നിങ്ങൾ അവരെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്നൊരു വീഡിയോ അതിങ്ങനെ വട്ടം കറങ്ങിയിട്ടാണ് അവരെ നടുക്ക് നിർത്തിയിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ അക്രമത്തിലൊന്നും നമ്മൾ പങ്കെടുത്തില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം വിമർശിക്കേണ്ടവർക്ക് വിമർശിച്ചിട്ടുമുണ്ട്, അതുപോലെ തന്നെ നല്ലത് പറയേണ്ടവർക്ക് നല്ലത് പറഞ്ഞിട്ടുമുണ്ട്. ചില കോപ്രായങ്ങൾ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഇത്രയും ബോഡി ഷെയ്മിങ് ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, പല തരത്തിലും ഇവരെ ആക്രമിച്ച ആൾക്കാരുണ്ട്. അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ശരീരം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ്, ഈ ശരീരം വെച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ ആൾക്കാരും അവരെ ആക്രമിച്ചത്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പിന്തള്ളിയിട്ട് അവർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിലെത്തി. അവരെ വിമർശിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർ തലകുത്തി മറിഞ്ഞിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട് നീളെ തുണിയഴിച്ച് നടന്നിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ കുളി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് നടന്നിട്ടൊക്കെ ബിഗ് ബോസ് കയറാനുള്ള ഇതായിരുന്നു അവർക്കൊക്കെ. പക്ഷെ അവർക്കൊന്നും സാധിക്കാത്തത് രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് സാധിച്ചു. എന്തുകൊണ്ടാ? രേണു സുധീനെ പിന്തുണക്കുന്നത് ഒരു കൂട്ടം അമ്മമാരുണ്ടായിരുന്നു. അവർ തന്നെയാണ് രേണു സുധിയുടെ ഏറ്റവും വലിയ ബലം. അതായത് ഒരു 85% ആൾക്കാരും രേണു സുധിക്കൊപ്പവും ഒരു 15% ആൾക്കാർ എന്ന് പറഞ്ഞ് രേണു സുധിക്ക് എതിരെയുമാണ്. അപ്പൊ ഈ എതിരെ വരുന്നവരുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 85% ഉണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞത് രേണു സുധി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഗെയിമും കളിച്ചിട്ടില്ലെങ്കിലും രേണു സുധിക്ക് വോട്ട് കൂടുന്നു, രേണു സുധിക്ക് ഭയങ്കരമായിട്ട് വരുന്നു. എന്നിട്ട് രേണു സുധി ആണെങ്കിൽ അവിടെ ഒന്നും കളിക്കുന്നുമില്ല. ഇത് കണ്ടപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത്, രേണുവേ എന്നാ നമുക്ക് അങ്ങ് പോയേ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും നാള് നല്ല ശമ്പളത്തിനാണ് നിന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിലുള്ള പൈസയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ലാലേട്ടൻ തന്നെ രേണു സുധിയെ പുറത്തിറക്കി കൊണ്ടുവന്നപ്പോഴേ അവിടെ രേണു സുധിയുടെ രണ്ടാമത്തെ വിജയമായിരുന്നു. ആദ്യത്തെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറുന്നത്, രണ്ടാമത്തെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ കയ്യും പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരുപക്ഷെ അവരുടെ ഭർത്താവായ സുധിക്ക് പോലും ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ലാലേട്ടൻ്റെ കയ്യും പിടിച്ച് അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ മുഴുവൻ സ്നേഹവും പിന്നെയെന്ന് പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങളുമേറ്റ് രേണു അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിജയമായി എന്നുള്ളതാണ്. അങ്ങനെ രേണു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരുപാട് പേര് രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോഴും അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ചിന്താഗതിയുമില്ലായിരുന്നു. അതായത് അവർ ഏതായാലും ഒരു മോശപ്പെട്ട ഒരു ഇതിൽ പോയിട്ടൊന്നും അവർ ഒരിക്കലും എന്ന് പറഞ്ഞാൽ തൻ്റെ ആൾക്കാരെ കൂട്ടണം അല്ലെങ്കിൽ തനിക്ക് ഇത് വേണം ഫെയിം വേണം എന്നൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വീട്ടമ്മമാർ അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടെ നിന്നതെന്നേ ഞാൻ പറയുള്ളൂ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് രേണു മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരും വിധവകൾ ഇഷ്ടം പോലെയുണ്ട്, രേണുവിനെ വിധവകളുടെ ഇതായി അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, ശരിയാണ്. പക്ഷേ രേണുവിനെ നിങ്ങളെല്ലാവരും കണ്ടു പഠിക്കണം. ഒരാളോടും പരാതി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വേറൊരാളോട് പോയിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു സംഭവം പറയാതെ അവർ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കാറും കൂടി വാങ്ങിച്ചു, ഇതും കൂടി വാങ്ങിച്ചപ്പോൾ ഒരുപാട് പേർക്ക് അസൂയയും കുശുമ്പും എന്താ പറയണ്ടേ, എങ്ങനെ അവരെ തകർക്കാൻ കഴിയും, ഈശ്വര അവരെ തകർക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാലോചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യുക. നമ്മളും ഒന്ന് അങ്ങോട്ട് കയറിപ്പോയിക്കോട്ടെ ഈ സൈഡിലോട്ട്. നന്ദി, നമസ്കാരം.